മുബഷിർ അക്ബർ ഇന്നലെ കൂരിയാട് സർവീസ് റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വിള്ളൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടയിടത്ത് അപകട മേഖലയായി അത് കൂടുതൽ വിള്ളലുകളോടുകൂടി മാറുകയാണോ? എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കഴിഞ്ഞ ദിവസം വലിയ അപകടമുണ്ടായ കൂരിയാട് മേഖലയിൽ തന്നെയാണ് സുജയ പർവതി ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപകടമുണ്ടായ സമാനമായിട്ടുള്ള സ്ഥലത്ത് വീണ്ടും വിള്ളലുകൾ രൂപപ്പെടുന്നു. ചെറിയ വിള്ളലുകളായി റോഡിൽ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന മേഖല കനാലിനും സമാനമായി വലിയ വിള്ളലുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൂരിയാട് നിന്നും ഏകദേശം 5-6 കിലോമീറ്റർ തൊട്ടപ്പുറത്തുള്ള തലപ്പാറയിലും സമാനമായ രീതിയിൽ റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ പ്രതിഷേധമാണ് ഈ ഒരു മേഖലയിൽ ഉയരുന്നത്. എനിക്ക് പിൻഭാഗത്ത് കാണാം നാട്ടുകാർ ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെ ഈ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ വലിയ പ്രതിഷേധമായി രംഗത്ത് വരുന്ന കാഴ്ച. ഇവിടെ ശാസ്ത്രീയമായൊരു പരിശോധന നടത്തണം, എന്നിട്ട് മാത്രമേ ഇതിനുമായി ബന്ധപ്പെട്ട നിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ ജനകീയ കമ്മിറ്റിക്ക് തന്നെ കടന്നിരിക്കുകയാണ്. ഈ ഒരു മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴും പ്രതിഷേധമായി നാട്ടുകാർ മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ ദിവസം തലനാരിഴക്കാണ് വലിയൊരു അപകടത്തിൽ നിന്നും ആളുകൾ രക്ഷപ്പെട്ടത്. സമാനമായ രീതിയിൽ വിവിധയിടങ്ങളിൽ വിള്ളലുകൾ രൂപപ്പെടുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം? ഞങ്ങളെ ആവശ്യം ഇവരെ ഓവർപാസ് ബ്രിഡ്ജ് വെക്കുക അല്ലാതെ ഇതിന് മാർഗങ്ങളില്ല. കൂരിയാട് ഭാഗത്ത് ഓവർപാസ് വരണം. ഓവർപാസ് ഇവിടുന്ന് തൊട്ട് പാലം നിർമ്മിച്ച് കൊണ്ടുപോകുകയല്ല മാർഗമില്ല. എട്രിക്കോട് ചെയ്തതുപോലെ തന്നെ ഇവിടെ ഈ വർക്ക് ചെയ്യുകയല്ല വേറെ മാർഗമില്ല. കാരണം ഇവിടുന്ന് കുളപ്പുറം വരെ ഓവർ ബ്രിഡ്ജ് അല്ലാതെ ഇതിന് മാർഗമില്ല. കാരണം ഇവിടെ ഈ വയലിന് എന്താ പറയുക, ഇരു ഭാഗങ്ങളും ഈ സമയത്ത് തന്നെ വെള്ളം കയറുന്ന ഏരിയയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു പ്രായോഗികമല്ലാത്ത കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇതിൻ്റെ മുന്നേ ആയിട്ടുള്ള ഈ വിള്ളലേറ്റ സമയത്ത് ഈ പത്രത്തിലെല്ലാം വന്നതാണ്, എന്നിട്ട് ഇവർ പരിഗണിച്ചില്ല. ഈ വിള്ളലുണ്ടായ സ്ഥലത്ത് ഇന്നിപ്പോൾ വീണ്ടും വിള്ളൽ വന്നിട്ടുണ്ട്. വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് തലപ്പാറ വന്നിട്ടുണ്ട്. അതേമാതിരി ഇവിടെ ഈ ഭാഗത്തൊക്കെ വീണ്ടും വിള്ളൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശക്തമായി പൈലിംഗ് നടത്തിയിട്ട് ഒരു ഫില്ലറിലൂടെ ഇപ്പോൾ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്ന ഒരു പരിഹാരമുള്ളൂ. നിങ്ങൾ മുന്നോട്ട് പോകും? പ്രതിഷേധമായിട്ട് ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകും. നേരത്തെ ജനങ്ങൾ 2 മാസം മുമ്പ് ഇത് ആവശ്യപ്പെട്ടതാണ് സർക്കാരിനോടും അധികാരികളോടും ഉദ്യോഗസ്ഥരോടൊക്കെ. അപ്പോൾ അവരത് പരിഗണിച്ചില്ല. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ അപകട ഭീഷണി ഇവിടെ ഉണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ കട്ടകൾ വിണ്ടിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോൾ അവർ പിന്നെ നേരത്തെ വന്നിട്ട് ആരും അറിയാണ്ട് കുറച്ച് സിമെൻറ്റ് കുഴച്ചിട്ട് അവിടെയൊക്കെ മെല്ലെ അടിച്ചിട്ട് അവർ രാത്രിക്ക് രക്ഷപ്പെടുക ചെയ്തത്. എന്തെങ്കിലും പറഞ്ഞാൽ അവർ വന്നിട്ട് വീഡിയോ എടുക്കുന്ന ആളുകളുടെ പേരിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ KNRCയുടെ 2 ഉദ്യോഗസ്ഥർ വന്നു. അവർ പറഞ്ഞതപ്പോൾ ഞങ്ങൾ അത് പഠിക്കട്ടെ, വിഷയം 2-3 ദിവസം കൊണ്ട് ഇത് തീരുമാനമൊക്കെ ഇത് റിപ്പയർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോഴും ഈ ബ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വേണ്ട, ഇങ്ങനെയൊരു നിർമ്മിതി വേണ്ട. മാത്രമല്ല ആ പാലം നോക്കി ഞങ്ങൾ 45-50 വർഷമുള്ള പഴക്കമുള്ള പാലം. ആ പാലത്തിലൂടെ അവരൊക്കെ വന്നിട്ട് പുതിയൊരു പാലം വന്നിട്ട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കെട്ടിക്കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് അവർ അവിടെ നിന്ന് ആ പാലം റെഡ്യൂസ് ചെയ്ത് ഇവിടെ നിന്ന് 6 വരി പോകുന്നത് അവിടെ ശരിക്കും അവിടെ എത്തുമ്പോൾ 5 വരിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതായത് സുജയ പർവതി, വികസനത്തിനെതിരെയുള്ള ഇവിടെയുള്ള നാട്ടുകാരൊന്നും തന്നെ വികസനത്തിന് വേണ്ടി ഭൂമി വിട്ടുകൊടുത്ത മനുഷ്യരാണ് ഇവരെല്ലാവരും. പക്ഷേ ഇത്രത്തോളം നിഷ്ക്രിയമായ പ്രവർത്തനം ആർക്കു വേണ്ടിയാണെന്ന ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. എന്താണ് വാർഡ് മെമ്പർ? നമ്മളിതിൻ്റെ പ്രവർത്തനം തുടങ്ങിയ അന്ന് തന്നെ ഇതിനായിട്ട് നമ്മളെ നാട്ടുകാരും വേങ്ങര ഗ്രാമപഞ്ചായത്ത് അധികൃതരെല്ലാം ഭരണസമിതി അടക്കം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൽ അപാകത ഉണ്ടെന്നുള്ളത്. അന്നൊന്നും ഒരു ചെവി കൊണ്ടില്ല. അതിനുശേഷം ഇപ്പോൾ ഒരു മാസത്തിന് മുന്നായിട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇതിനിവിടെ വിള്ളൽ വന്നു. അന്ന് അവരോട് പറഞ്ഞപ്പോൾ അത് സിമൻറ്റ് തേച്ചിട്ട് അടക്കുക ചെയ്തത്. അതിനൊക്കെ ഇത് തെളിവ് നമ്മളെടുത്തുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ 2018-19 പ്രളയം വന്നപ്പോഴേ ഈ സർവീസ് റോഡിലേക്ക് ഇതുവരെ വെള്ളം കയറിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ വർഷം പ്രളയം വന്നപ്പോൾ ഈ സർവീസ് റോഡിലേക്ക് വെള്ളം കയറി. അന്ന് നമ്മൾ ഈ അധികൃതരെ അറിയിച്ചതാണ്. അതിനൊരു പരിഹാരം കണ്ടില്ല. അപകടമുണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടും അധികൃതരെ വിവരം അറിയിച്ചിരുന്നു. ആ ഒരു ഘട്ടങ്ങളിലൊന്നും തന്നെ നടപടി സ്വീകരിച്ചിരുന്നില്ല. അതായത് ഇവിടെയുള്ള പ്രദേശവാസിയാണ് വീട്ടിലേക്ക് വെള്ളം കയറിയിരുന്നു. വീട്ടിലേക്കാണ് വെള്ളം ഫുള്ളും വരുന്നത്. അത് 50 മീറ്റർ ഇപ്പുറം പിന്നെ വെള്ളം വയലിലേക്ക് ആക്കാമായിരുന്നു അവർക്ക്. പക്ഷെ നമ്മളെ വീടിന്റെ മുന്നിൽ വന്നാണ് ഇത് വന്നത്. ഞാൻ ഇതിനു വേണ്ടി പോവാത്ത ഒരു സ്ഥലമില്ല. പ്രൊജക്ട് ഓഫീസർ വരെ ഞാൻ പോയി കണ്ടതാണ്. നല്ല രീതിയിൽ മഴ പെയ്താൽ വീടിന്റെ ഉള്ളിലോട്ട് വരാം. രീതിയിൽ വേണ്ട, ഒരു മഴ പെയ്താൽ മതി. നമ്മളെ വീട്ടിലോട്ടാണ് വെള്ളം. ഇവിടെ ജൂൺ മാസം ആ നിലയിൽ അവരുടെ ആശങ്കയാണ് കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് എന്ന് മെമ്പറും അവിടെ എത്തിയ നാട്ടുകാരും ഒക്കെ പറയുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. ഞങ്ങൾ പറഞ്ഞതൊന്ന് കേട്ടിരുന്നെങ്കിൽ ഇതുണ്ടാകുമായിരുന്നില്ലല്ലോ എന്നതാണ് അവർ ഉയർത്തുന്ന വാദം. ശരിയാണ്, നേരത്തെ മുതലേ നാട്ടുകാർ ഇത് പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, റോഡിലെ വിള്ളൽ കൂടി വരികയാണ്. ഇപ്പോൾ